ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. കൂട്ടുകാർക്ക് ഓണം എക്സാം ഒക്കെ ആണല്ലേ. അപ്പോൾ ഇനി 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് സാമൂഹ്യശാസ്ത്രം എക്സാം ആണ് വരുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സാമൂഹ്യശാസ്ത്രം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എക്സാം അഥവാ ഓണം എക്സാം 2026-27 ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ളതാണ്. മലയാളം മീഡിയം കൂട്ടുകാരുടേത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസിൽ ആദ്യത്തെ നമുക്ക് തന്നിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ ഫസ്റ്റ് 50 മിനിറ്റ്സ് ഈസ് കൂൾ ഓഫ് ടൈം. ആദ്യത്തെ 15 മിനിറ്റ് എന്താണ് കൂട്ടുകാരെ? കൂൾ ഓഫ് ടൈം ആണ്. റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്ലാൻ യുവർ ആൻസേഴ്സ് ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാമിൽ ഒരുപാട് എഴുതാനുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം തരുന്ന സമയത്ത് കൂട്ടുകാരെല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി തന്നെ വായിച്ചു നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒരു പ്ലാനിങ് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ആൻസർ 6 ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ് സബ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളോട് 6 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും അതിലെ സബ് ക്വസ്റ്റ്യൻസും എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Athens and Sparta were two major city-states in ancient Greece. Ancient Greeceലെ 2 major city-states ആണ് ഏതൊക്കെ? Athens and Sparta. അതിലെ എ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് അത്തൻസ് ആൻഡ് സ്പാർട്ട ദ സിറ്റി സ്റ്റേറ്റ്സ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. ആൻഷ്യൻ ഗ്രീസിലുണ്ടായിരുന്ന സിറ്റി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള അത്തൻസ് ആൻഡ് സ്പാർട്ടയെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് എഴുതിക്കൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മാപ്പിൽ എന്തൊക്കെ എഴുതണം? അത്തൻസിൻ്റെയും സ്പാർട്ടയുടെയും ഫീച്ചേഴ്സ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആൻസർ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. കൂട്ടുകാർ എഴുതുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് വരച്ചുകൊണ്ട് അതിൽ വേണം എഴുതാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത്തൻസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി, പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, എഡ്യൂക്കേഷൻ, ആർട്ട്, ആർക്കിടെക്ചർ, ഫിലോസഫി ഫ്ലറിഷ്ഡ്, ഇമ്പോർട്ടൻസ് ടു ലിറ്ററേച്ചർ, തിയേറ്റർ ആൻഡ് സ്കൾപ്ചർ. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ ഫീച്ചേഴ്സ്? അത്തൻസിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന ഏതെങ്കിലും 3 എഴുതാം കേട്ടോ. അടുത്തത് സ്പാർട്ടയുടെ ഫീച്ചേഴ്സ് നോക്കാം. അരിസ്റ്റോക്രസി, റൂൾഡ് ബൈ നോബിൾസ്, military training and discipline given importance, boys trained as soldiers from childhood, less importance to art and culture. അപ്പോൾ ഇതാണ് അത്തൻസിൻ്റെയും സ്പാർട്ടയുടെയും ഏതാനും ചില ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങളോട് അവിടെ 2 ഫീച്ചേഴ്സാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാം. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കൂട്ടുകാർ പഠിച്ചു വെക്കണം. മേ ബി ഇത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് തരാം. നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് അത്തൻസ് ആൻഡ് സ്പാർട്ട എന്ന് പറഞ്ഞിട്ട് തരാം. അങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻസ് തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തൻസിൻ്റെയും സ്പാർട്ടയുടെയും കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ആൻഷ്യൻ ഗ്രീസ് ഫ്രം ദ ഓപ്ഷൻസ്. ആൻഷ്യൻ ഗ്രീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ്, ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഹിയർ. ബി, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ satrapies. C, Zoroastrian philosophy was originated. D, it was the birthplace of Western civilization. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. ആൻസർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ എ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഹിയർ, അതായത് ആൻഷ്യൻ ഗ്രീസിലാണ് ഒളിമ്പിക്സ് തുടങ്ങിയത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇറ്റ് വാസ് ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ബർത്ത് പ്ലേസ് ആണ് ഇത് ആൻഷ്യൻ ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ആൻഷ്യൻ ഗ്രീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള ആൻഷ്യൻ സിവിലൈസേഷൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. അപ്പോൾ ആ ചാപ്റ്റർ നന്നായി കൂട്ടുകാർ നോക്കണം. നിങ്ങൾ ഏകദേശം പഠിച്ചെത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏർലി ഹ്യൂമൻസ് ഇവോൾവഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. അതിലെ എ ക്വസ്റ്റ്യൻ, ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഗിവൺ ഇൻ ജംബ്ലഡ് ഓർഡർ, റൈറ്റ് ദം ഇൻ കറക്റ്റ്. അപ്പോൾ എന്താണ് നമുക്കിവിടെ ഹ്യൂമൻ എവല്യൂഷൻ്റെ കുറച്ച് സ്റ്റേജസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. അത് ജംബ്ലഡ് ഓർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് തല തിരിച്ചുകൊണ്ടാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആക്കിയിട്ട് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എവല്യൂഷൻ സ്റ്റേജസും തന്നിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഹോമിനിഡ്സ്, സെക്കൻഡ് ഹോമിനോയിഡ്സ്, തേർഡ് ഹോമോ ഇറക്ടസ്,
ഫോർത്ത് ഹോമോ ഹാബിലിസ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മളോട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഓപ്ഷൻസ് നിങ്ങൾ എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹോമോനിഡ്സ്. ഹോമോനിഡ്സ് എന്താണ്? വാക്ക്ഡ് ഓൺ 4 legs ആണ്. അടുത്തത് ഹോമിനോയിഡ്സ്, വാക്ക്ഡ് ഓൺ 2 legs ആണ് അതിൻ്റെ ഫീച്ചർ വരുന്നത്. തേർഡ് വൺ ഈസ് ഹോമോ ഇറക്ടേഴ്സ്. ഹോമോ ഇറക്ടേഴ്സ് എങ്ങനെയായിരുന്നു? അപ്രൈറ്റ് ഹ്യൂമൻസ് ആയിരുന്നു. ഫോർത്ത് വൺ ഈസ് ഹോമോ ഹാബിലിസ്, അതിലെ ടൂൾ മേക്കേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേജ് ഓഫ് എവല്യൂഷനും അതിൻ്റെ ഫീച്ചേഴ്സും. ഇനി നമുക്ക് ഓപ്ഷൻസ് എഴുതിയാലും മതി. അതിലെ ഓപ്ഷൻ റൈറ്റ് ആയിട്ടുള്ളത് ഏതാണ്? 1C, 2D, 3B and 4A ഇങ്ങനെയുള്ള ഓപ്ഷനാണ് വരുന്നത്. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് were the developments in human life when they moved from Mesolithic to Neolithic period? Write a note on it. അപ്പോൾ എന്താണ്? മെസോലിത്തിക് പീരീഡിൽ നിന്നും നിയോലിത്തിക് പീരീഡിലേക്ക് മാറിയപ്പോൾ ഹ്യൂമൻ ലൈഫ് സ്റ്റൈൽസിൽ ഉണ്ടായ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് ഉള്ളത് എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ പറ്റിയിട്ടൊരു നോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. മെസോലിത്തിക്കിൽ നിന്നും നിയോലിത്തിലേക്ക് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ തുടങ്ങി അല്ലേ. അഗ്രികൾച്ചർ ബിഗൻ ചെയ്തു. ഹ്യൂമൻ സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ്, കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് വെർ റിയേർഡ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായി. അതായത് മറ്റേത് എന്താണ്? മെസോലിത്തിക് പീരീഡിൽ അവർ പല പല സ്ഥലങ്ങളിലായിരുന്നു നിന്നിരുന്നത്. അവരെവിടെയാണോ ഇര തേടി എത്തുന്നത് അവിടെ നിൽക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ അത് നിയോലിത്തിക് പീരീഡിലേക്ക് എത്തിയപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് ആയി. പീപ്പിൾ ബിഗൻ ലിവിങ് ഇൻ ഹട്ട്സ് ഓർ മഡ് ഹൗസസ്. ഹട്ടിലോ മഡ് ഹൗസസിലോ ആണ് അവർ നിന്നിരുന്നത്. അടുത്തത് ടൂൾസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ യൂസ് ഓഫ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഇൻക്രീസ്ഡ്. പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ പോട്രി ഫോർ സ്റ്റോറിങ് ഫുഡ് ആൻഡ് കുക്കിങ്ങിനും ഫുഡ് സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് അവരെന്തുണ്ടാക്കാൻ തുടങ്ങി? പോട്ടറി ഉണ്ടാക്കാൻ തുടങ്ങി. വീവിങ് എങ്ങനെയായിരുന്നു? ക്ലോത്ത് മേക്കിംഗ് സ്റ്റാർട്ടഡ്. ആദ്യം അവർ ക്ലോത്ത്സ് ഒന്നും ഇട്ടിരുന്നില്ല. ഇപ്പോൾ അവരെന്തായി? ക്ലോത്ത് മേക്കിംഗ് ഒക്കെ തുടങ്ങി. അതാണ് വീവിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ മെസോലിത്തിക് പീരീഡിൽ നിന്നും നിയോലിത്തിക് പീരീഡിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായതിനെ പറ്റി നോട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. Questions 3 has internal choices 3A, 3B. Write any one completely. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഇൻറ്റേർണൽ ചോയ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3A എഴുതിയാൽ മതി, അല്ലെങ്കിൽ 3B എഴുതിയാൽ മതി. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ട് അറിയാവുന്നത് അത് കൂട്ടുകാർക്ക് എഴുതാം കേട്ടോ. അപ്പോൾ നമുക്ക് 3-ലെ A നോക്കാം. In the Bronze Age, civilizations were formed centered around river. റിവറിൻ്റെ അടുത്തൊക്കെ ആയിട്ടായിരുന്നു സിവിലൈസേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അത് ബ്രോൺസ് ഏജിൽ. അതിലെ എ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ്. ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിലെ എ സ്റ്റേറ്റ്മെൻറ്റ്, ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ടൗൺ പ്ലാനിങ്. ബി, ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദ മെസോപ്പൊട്ടോമിയൻസ് ഈസ് നോൺ ആസ് സാക്രഡ് റൈറ്റിംഗ്. അതിലെ സി, ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക് ഓഫ് റിവർ ഹുവാങ് ഹോ. ഡി, ഈജിപ്ഷ്യൻ കിങ്സ് വർ നോൺ ആസ് ഫറോഹൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലെ ബി സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലാത്തത്. ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദ മെസോപ്പൊട്ടോമിയൻസ് ഈസ് നോൺ ആസ് സാക്രഡ് റൈറ്റിംഗ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ സാക്രഡ് റൈറ്റിംഗ് അല്ല അല്ലേ, നമുക്കറിയാം ക്യൂണിഫോം ആണ്. ദയർ റൈറ്റിംഗ് വാസ് ക്യൂണിഫോം, നോട്ട് സാക്രഡ് റൈറ്റിംഗ്. സാക്രഡ് റൈറ്റിംഗ് ആരുടെയാണ്? ഈജിപ്ഷ്യൻ ഹൈറോഗ്ലൈഫിക്സ് ആണ്. അപ്പോൾ ഈജിപ്ഷ്യൻ ഹൈറോഗ്ലൈഫിക്സിൻ്റെ പേരാണ് സാക്രഡ് റൈറ്റിംഗ്. റൈറ്റിങ്ങിൻ്റെ പേരെന്താണ്? ക്യൂണിഫോം എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിലെ ബി ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗിവൻ സിവിലൈസേഷൻ ആൻഡ് അറേഞ്ച് ദം ഇൻ ദ ടേബിൾ കറക്റ്റ്ലി. അപ്പോൾ നമുക്ക് താഴത്ത് കുറച്ച് സിവിലൈസേഷൻസിൻ്റെ ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അത് നമ്മളോട് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് തരം തിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതിൽ നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്, ദ സിറ്റി ഓഫ് കെയ്റോ. നെക്സ്റ്റ് അതിൽ മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ദ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്. അതിൽ ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ വരുന്ന നെക്സ്റ്റ് 2 പോയിന്റ്സ് ആണ് ദ ഗിഫ്റ്റ് ഓഫ് നെയിൽ ആൻഡ് പിരമിഡ്സ്. നെക്സ്റ്റ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ വരുന്നതാണ് ദ സിറ്റി ഓഫ് ലഗാഷ് ആൻഡ് ദ ലൂണാർ കലണ്ടർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് കുറച്ച് പോയിന്റ്സ് തന്നിട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് നമ്മളോട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്.
നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏതാണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ബിയിലെ എ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ റൈറ്റിംഗ് സിസ്റ്റംസ് that existed in the Bronze Age. Write down the civilization they are related to. അപ്പോൾ താഴെ നമുക്ക് ബ്രോൺസ് ഏജിലെ കുറച്ച് റൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഇത് ഏത് സിവിലൈസേഷനിൽ പെടുന്നതാണ് എന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ്, അത് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെയാണ്. നെക്സ്റ്റ് ഹൈറോഗ്ലൈഫിക് സ്ക്രിപ്റ്റ് ആണ്, അത് ഏതിലെയാണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെയാണ് കേട്ടോ. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ടു സ്ക്രിപ്റ്റ്സ്. അപ്പോൾ ക്യൂണിഫോം സ്ക്രിപ്റ്റ്സിൻ്റെയും ഹൈറോഗ്ലൈഫിക് സ്ക്രിപ്റ്റ്സിൻ്റെയും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് യൂണിഫോം സ്ക്രിപ്റ്റിൻ്റെ നോക്കാം. വെഡ്ജ് ഷേപ്പ്ഡ് സിംബൽസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ് യൂസിങ് എ സ്റ്റൈലസ്, മെയിൻലി യൂസ്ഡ് ഫോർ ട്രേഡ്, അക്കൗണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്. നെക്സ്റ്റ് ഹൈറോഗ്ലൈഫിക്സിൻ്റെ നോക്കാം. Pictorial writing using images and symbols written on papyrus, temple walls and monuments, used for religious texts, sacred inscriptions and royal records. Next, fourth question. The imaginary lines drawn on the surface of the earth are known as lines of longitudes and latitudes. എർത്തിൻ്റെ സർഫേസിൽ കൂടെ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ എന്താ പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും ലാറ്റിറ്റ്യൂഡ്സ് എന്നുമാണ് പറയുന്നത്. അതിലെ എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇക്വേറ്റർ? ഇക്വേറ്ററിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഇതിലേതാണ് എന്നാണ് ചോദിക്കുന്നത്. A. The greatest circle of latitude. B. Based on the equator, the earth can be imagined as two hemispheres. C. The 0-degree line of latitude. D. Connects the poles. Answer is option D ആണ്, connects the poles. Meridians connect the poles, not the equator. Equator അല്ല പോൾസിനെ കണക്ട് ചെയ്തിട്ടുള്ളത്, മെറിഡിയൻ ആണ് പോൾസിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിലെ ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ മോഡൽ ഓഫ് ദ ഗ്ലോബ് ആൻഡ് മാർക്ക് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് കറക്റ്റ്ലി. അപ്പോൾ ഈ ഒരു നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നാലാമത്തെ പാഠഭാഗമായിട്ടുള്ള ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ എർത്ത് എന്ന് പറയുന്നതിൽ നിന്നുമാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ സർക്കിൾ 66.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്, അന്റാർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി സൗത്ത്. ഇത്രയും നിങ്ങളോടൊരു ഗ്ലോബ് വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്തി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാരുടെ നാലാമത്തെ പാഠത്തിലുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ നോക്കിയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മേ ബി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ അതെന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോംഡ് ബൈ ദ പീപ്പിൾ. അതിലെ എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ് ആൻഡ് റൈറ്റ് ദം. സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനും അത് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിലെ എ സ്റ്റേറ്റ്മെൻറ്റ്, ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ബി, ദ സ്റ്റേറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ദ പീപ്പിൾ. സി, ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് എ പെർമനൻറ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഈസ് എസെൻഷ്യൽ. ഡി, സ്റ്റേറ്റ് ഈസ് എ ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിലേതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ എ ആൻഡ് സി ആണ്. ഓപ്ഷൻ എ, ദ സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ഓപ്ഷൻ സി, ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് എ പെർമനൻറ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നിങ്ങളുടെ 5th ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിലെ ബി ക്വസ്റ്റ്യൻ, ആഡ് നെസസറി ഡീറ്റെയിൽസ് ടു പ്രസൻറ്റ് ഇൻ ദ ഡിബേറ്റ് ഓൺ ദ സബ്ജക്ട് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ എൻഷുറിംഗ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ എൻഷുറിംഗ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ഡിബേറ്റ് നടക്കുകയാണല്ലേ. അപ്പോൾ ആ ഡിബേറ്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ദ ഗവൺമെൻറ് എൻഷുവേഴ്സ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. പ്രൊവൈഡ്സ് ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ഫുഡ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. നെക്സ്റ്റ് പോയിന്റ്, എൻഷുവേഴ്സ് ലോ ആൻഡ് ഓർഡർ ടു പ്രൊട്ടക്ട് പീപ്പിൾസ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് പോയിന്റ്, പ്രൊട്ടക്ട്സ് ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് ഓഫ് സിറ്റിസൺസ്. നെക്സ്റ്റ്, ഇംപ്ലിമെൻറ്റ്സ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ്, റോഡ്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ. നെക്സ്റ്റ് പോയിന്റ് ഈസ് വർക്ക്സ് for social justice and equality.
നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പ്രൊവൈഡ്സ് റിലീഫ് ആൻഡ് സപ്പോർട്ട് ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ് നമ്മുടെ പീപ്പിൾസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റിന് ചെയ്ത് തരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഡിബേറ്റ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേ ബി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തരാം, ഡിബേറ്റ് അല്ലാതെ സാധാ കുറച്ച് പോയിന്റ്സ് എഴുതാനോ അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് അബൌട്ട് ദ റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ എൻഷുറിങ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടും തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഒക്കെ എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 6 ഹാസ് 2 ഇന്റേണൽ ചോയ്സസ് 6A 6B ആൻസർ എനി വൺ കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയതുപോലെ തന്നെ 6th ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് 6A 6B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ കൂട്ടുകാർക്ക് ഏതാണോ നന്നായിട്ട് അറിയാവുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ 6A എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ 6B എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 6A നോക്കാം. 6Aയിലെ ബുദ്ധിസം ആൻഡ് ജൈനിസം were the two philosophies emerged in ancient India. അതിലെ A question, according to Jainism, which among the following is included in Triratna? ആൻഷ്യൻ ഇന്ത്യയിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള 2 ഫിലോസഫീസ് ആണ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ജൈനിസം പ്രകാരം ഇതിൽ ഏതാണ് ട്രൈരത്നയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൈറ്റ് ഫുഡ്, റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്. ഓപ്ഷൻ ബി റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ഡ്രസ്. ഓപ്ഷൻ സി റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ഓപ്ഷൻ ഡി റൈറ്റ് ഫുഡ്, റൈറ്റ് ആക്ഷൻ ആൻഡ് റൈറ്റ് നോളജ്. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ എന്നാണ് ജൈനിസം പ്രകാരം അഥവാ ട്രൈരത്നയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ഇൻക്ലൂഡിങ് ദ 2 ഫീച്ചേഴ്സ് ഓഫ് ദ ഐഡിയൽസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും 2 ഐഡിയോളജീസ് എഴുതിക്കൊണ്ട് ആ ഒരു ടേബിൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജൈനിസം ഓൾ തിങ്സ് ഹാവ് ലൈഫ് എന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്. അതിന് താഴെ ഞാൻ കുറച്ച് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. പ്രാക്ടീസ് ഓഫ് സ്ട്രിക്റ്റ് അഹിംസ, എംഫസിസ് ഓൺ പെനൈൻസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. നെക്സ്റ്റ് ബുദ്ധിസം നമുക്ക് തന്നിട്ടുണ്ട് ഡു നോട്ട് ഹാം അതേഴ്സ് എന്ന്. നെക്സ്റ്റ് പോയിന്റ് ഫോളോ 8 ഫോൾഡ് പാത്ത്. നെക്സ്റ്റ് 3rd പോയിന്റ് മിഡിൽ പാത്ത്, അവോയ്ഡ് എക്സ്ട്രീംസ് ഓഫ് ലക്ഷറി ആൻഡ് സഫറിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി 6th ബി നമുക്ക് നോക്കാം. 6th ബി, മഗധ എമേർജ്ഡ് ആസ് എ പ്രോമിനൻറ്റ് പവർ എമംഗ് ദ 16 Janapadas which existed in India. അതിലെ എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മഗധ? പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ എന്താണ് മഗധയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിനെ പറ്റിയിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. Fertile soil due to ganges, river and tributaries, abundant crops, rich natural resources like iron ore for weapons and tools, dense forest supplied timber and elephants for war, favorable location for trade and transport, strong rulers like Bimbisara and Ajata ഷട്രു, ബിൽഡ് പവർഫുൾ ആർമീസ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മഗധയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സിൽ എഴുതേണ്ടത്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ നോട്ട് എഴുതാനായിട്ട്. അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് മഗധ? റൈറ്റ് ദം. ഈ താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ മഗധയെ പറ്റിയിട്ടുള്ള കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ എ സ്റ്റേറ്റ്മെൻറ്റ്, ദ ഫെർട്ടിലിറ്റി റിസൾട്ടിങ് ഫ്രം പ്രോക്സിമിറ്റി ടു ദ ഗംഗാസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മഗധ. ബി, പട്ടാലിപുത്ര സെർവ്ഡ് ആസ് ദ ഏർലിയർ ക്യാപിറ്റൽ ഓഫ് മഗധ. സി, Chandragupta Maurya who established the Maurya Empire by annexing nearby regions to Magadha. D, ധനനന്ദ വാസ് ദ റൂളർ ഓഫ് മഗധ. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ മഗധയെ പറ്റിയിട്ട് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പട്ടാലിപ്പുറ സെർവ്ഡ് ആസ് ദ ഏർലിയർ ക്യാപിറ്റൽ ഓഫ് മഗധ. ഇതാണ് അതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അഥവാ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏർലിയർ ക്യാപിറ്റൽ വാസ് രാജഗൃഹ, ലേറ്റർ ഷിഫ്റ്റ് ടു പട്ടാലിപ്പുര, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിലെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂട്ടുകാർ എന്തായാലും പഠിക്കണം കേട്ടോ. ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.